നല്ല രാത്രിയുടെ സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അനുഗ്രഹിക്കപ്പെട്ട സൂം മീറ്റിങ്ങിൽ ദൈവവചനം ശുശ്രൂഷിക്കുവാൻ ലഭിച്ച അവസരം ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി പദവിയായി കരുതുന്നു. പ്രത്യേകിച്ച് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന, വളരെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ദൈവദാസൻ സണ്ണി പാസ്റ്റർ, സൂം മീറ്റിങ്ങിൽ ഇന്ന് രാത്രി ലീഡ് ചെയ്യുന്ന ബഹുമാന്യനായ എല്ലാ സഹോദരങ്ങൾക്കും ദൈവദാസന്മാർക്കും ഒരു പ്രാവശ്യം കൂടെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ആരാധന കർത്താവ് നമുക്ക് തന്നു. ഇന്ന് രാത്രിയിൽ ഒരുപാട് സന്തോഷത്തോടെ ബഹുമാന്യ ദൈവദാസൻ പ്രസാദ് പാസ്റ്ററുടെ ഭവനത്തിൽ ഞാനും ആയിരിക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരെ, മിനിസ്ട്രിയിലുള്ളവരെയൊക്കെ കാണാൻ, പരിചയപ്പെടുവാൻ ഒരു മുഖാന്തരമായി തീർന്നത് ബഹുമാന്യ പ്രസാദ് പാസ്റ്ററും ദൈവദാസിയുമാണ്. അവരോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഒട്ടും സമയം കളയാതെ ഇന്ന് രാത്രിയിൽ പരിശുദ്ധയാത്മാവ് നൽകിത്തന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിനു മുമ്പായി മുഖവരയായി ബഹുമാന്യ ദൈവദാസൻ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടിക്കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധയാത്മാവൻ്റെ ഹൃദയത്തിൽ നൽകിയൊരു ചിന്ത മുഖവരയായി എന്ന് പറഞ്ഞ് ഇന്ന് രാത്രിയിലെ ദൈവവചന ശുശ്രൂഷയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എനിക്കറിയാം, ഏകദേശം ഒട്ടുമിക്ക മാസങ്ങളിലും അനുഗ്രഹിക്കപ്പെട്ട സൂം മീറ്റിങ്ങുകളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അനുഗ്രഹിക്കപ്പെട്ട മിനിസ്ട്രിക്കകത്ത് ഭാഗവാക്കുകളായിട്ടുള്ള ദൈവദാസന്മാർ, സഹോദരീ സഹോദരങ്ങൾ, അവരുടെ ഉപജീവന മാർഗത്തിൽ നിന്ന് ലഭിക്കപ്പെടുന്ന നന്മകൾ ദൈവദാസൻ്റെ അനുവാദത്തോടെ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങുകൾ നടത്തുന്നത് അതൊരു വളരെ അനുഗ്രഹമാണ്. ഒരു കാര്യം ആദ്യമേ തന്നെ പറയാം, നമ്മുടെ കർത്താവ് ഇതെല്ലാം നന്നായി അറിയുകയും ചെയ്യുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. വചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ദൈവവേലയ്ക്ക് വേണ്ടി, ദൈവപ്രവർത്തനത്തിനു വേണ്ടി ഒരു ചെറുവിരലെങ്കിലും നമ്മൾ അനക്കിയാൽ അതിന് തക്ക പ്രതിഫലം തരുന്നവനാണ് നമ്മുടെ കർത്താവ്. വചനത്തിൽ നമ്മൾ വായിക്കുന്നത് അങ്ങനെ തന്നെയാണ്. എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് തണ്ണീരെങ്കിലും കൊടുത്താൽ അതിന് തക്ക പ്രതിഫലം തരുന്നു. ഞാൻ സാധാരണ സഭയിൽ പറയാറുണ്ട്, പച്ചവെള്ളം കൊടുത്താൽ അതിന് പ്രതിഫലം കിട്ടുമെങ്കിൽ ഒരു ചൂടുവെള്ളം കൊടുത്താലോ? ആ ചൂടുവെള്ളത്തിനകത്ത് അല്പം പഞ്ചസാരയും തേയിലയും പാലും കൂടെ ഇട്ട് ഒരു ചായ കൊടുത്താലോ? സ്വത്രം. എല്ലാത്തിലും അനുഗ്രഹം. കാരണം നമ്മുടെ കർത്താവ് ആർക്കും കടക്കാരനല്ല. ബഹുമാന്യ ദൈവദാസൻ അനുഗ്രഹിക്കപ്പെട്ട ആ ഗാനം പാടിയപ്പോൾ പരിശുദ്ധയാത്മാവ് മുഖവരയായി പറയാൻ ഒരു ദൂതൻ്റെ കയ്യിൽ തന്നത്, അത് പറഞ്ഞിട്ട് ഇന്ന് രാത്രിയിലെ ശക്തമായ ദൈവവചനത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് വരും. സമാഗമന കൂടാരം പഠിച്ചിട്ടുള്ള ആളുകൾക്കറിയാം. സമാഗമന കൂടാരം എന്ന് പറഞ്ഞാൽ മിസ്രൈമിൽ നിന്ന് പോന്ന ഇസ്രായേൽ മക്കൾ കർത്താവ് ദൈവം പറഞ്ഞതിനനുസരിച്ച് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ, ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ, ദൈവത്തോട് സംസാരിക്കാൻ താൽക്കാലികമായി ഒരു ആരാധനാലയം ഉണ്ടാകുന്നതുവരെ അവർക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ വേണ്ടി ദൈവം പറഞ്ഞിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സംവിധാനമായിരുന്നു, ഒരു സിസ്റ്റമായിരുന്നു സമാഗമന കൂടാരം. ഈ സമാഗമന കൂടാരത്തിന് 4 മൂടുവിരികളാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും മുകളിലത്തെ മൂടുവിരികൾ തഹശുദോൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതൊരുപാട് വായിക്കേണ്ടുന്നൊരു ഭാഗമാണ്. മുഖവുരയായി ഒറ്റ കാര്യം പറയാനാണ് ഞാൻ ആ ഭാഗത്തിലേക്കൊന്ന് വരുന്നത്. ഈ തഹശുദോൽ എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് മിസ്രൈമിൽ മാത്രം കണ്ടുവരുന്ന സീൽ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേകതരം ജീവിയുടെ, കരയിലും വെള്ളത്തിലുമായി താമസിക്കാൻ കഴിയുന്ന, ജീവിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേകതരം മൃഗത്തിൻ്റെ കട്ടിയുള്ള തോലാണ് സീൽ എന്നറിയപ്പെടുന്നത്.
ഈ സീൽ എന്നറിയപ്പെടുന്ന മൃഗത്തിൻ്റെ ഈ കട്ടിയുള്ള തോല് കൊണ്ട് ഒരൊറ്റ പ്രയോജനമേ ഉള്ളൂ. യെഹെസ്കേലിൽ അതിൻ്റെ വാക്യമുണ്ട്, ഞാൻ വായിപ്പിക്കുന്നില്ല. ചെരുപ്പുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് അവരതിനു വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ചുട്ടുപൊള്ളുന്ന മണലിൽ കൂടെ ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്യുമ്പം പ്രായമുള്ള ആളുകളുടെ കുഞ്ഞുങ്ങളുടെ കാല് പൊള്ളാതിരിക്കാൻ, ചൂട് നിമിത്തം അതിൻ്റെ പ്രശ്ന പരിഹാരത്തിനു വേണ്ടി ചെരുപ്പുണ്ടാക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ചിരുന്ന സീൽ എന്നറിയപ്പെടുന്ന മൃഗത്തിൻ്റെ കട്ടിയുള്ള തോലും എടുത്തുകൊണ്ടാണ് അവർ ഈ യാത്ര ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ സർവശക്തനായ ദൈവം പറഞ്ഞു, സമാഗമന കൂടാരത്തിൻ്റെ പണിക്ക് വേണ്ടി നിങ്ങൾ ചെരുപ്പുണ്ടാക്കാൻ വെച്ചേക്കുന്ന തഹശുതോൽ എനിക്ക് തരണം. അത് ഭയങ്കര ഒരു വാക്യമാണ്. മോശയുടെ ആ വാക്ക് കേട്ട് സകല ജനവും, ആബാലവൃദ്ധം ജനവും ആ തഹശുതോല് മുഴുവനായും മോശയുടെ കയ്യിൽ കൊടുത്തു. ദൈവമക്കളെ, പിന്നെ നിങ്ങൾ ചിന്തിക്കണം, ചെരുപ്പുണ്ടാക്കാൻ അവരുടെ കയ്യിൽ പിന്നെ തഹശുതോലില്ല. പക്ഷെ ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ടോ, അവൻ ആർക്കും കടക്കാരനല്ല. 40 വർഷം മരുഭൂമിയിലൂടെ നടന്നിട്ടും അവരിൽ ഒരുത്തൻ്റെയും ചെരുപ്പ് തേഞ്ഞു പോയില്ലെന്നാണ് നമ്മൾ വായിക്കുന്നത്. ഞാൻ ഇന്ന് രാത്രി നന്ദിയുടെ ഹൃദയത്തോടെ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമക്കളെ, കേവലം ഒരു ചെരുപ്പിൻ്റെ കാര്യത്തിൽ പോലും ദൈവം വിശ്വസ്തനാകട്ടോ. ഇന്ന് രാത്രിയിൽ വചനം അതിൻ്റെ ആധികാരികമായി നാം അതിലേക്ക് വരുന്നതിന് മുമ്പ് ശക്തമായി ഞാൻ പറയാം, ചെരുപ്പിൻ്റെ കാര്യത്തിൽ പോലും വിശ്വസ്തനായ ദൈവം തൊട്ടു താഴത്തെ വാക്യത്തിൽ പറയുന്നു, അവരുടെ ആരുടെയും ഉടുപ്പ് ജീർണിച്ചു പോയില്ല എന്ന് പറഞ്ഞാൽ ചെരുപ്പിൻ്റെ കാര്യത്തിൽ, ഉടുപ്പിൻ്റെ കാര്യത്തിൽ, ആഹാരത്തിൻ്റെ കാര്യത്തിൽ പോലും ദൈവം അവർക്ക് വിശ്വസ്തനായിരിക്കാൻ ഒരൊറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവ വേലയ്ക്കു വേണ്ടി അവർ മനസ്സ് തുറന്ന് കൈയയച്ച് സഹായിച്ചപ്പോൾ ആ തലമുറയെ ദൈവം ആദരിച്ചെങ്കിൽ റിജോയ്സ് മിനിസ്ട്രി എന്നറിയപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ ടീമിനകത്തുള്ള സകലരെയും, ആബാലവൃദ്ധം ജനത്തെയും ദൈവം ആദരിക്കുക തന്നെ ചെയ്യും. അതിലൊരു സംശയവുമില്ല. മിനിസ്ട്രിയെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് മുഖവുര അവസാനിപ്പിച്ച് പരിശുദ്ധയാത്മാവ് നൽകിത്തന്ന അനുഗ്രഹിക്കപ്പെട്ട വേദചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 42-ാമത്തെ വാക്യം. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 42-ാമത്തെ വാക്യം. എല്ലാവരും തിന്ന് തൃപ്തരായി. എല്ലാവരും തിന്ന് തൃപ്തരായി. അനുഗ്രഹിക്കപ്പെട്ട ഒരു ചെറിയ വാക്യം. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 42-ാമത്തെ വാക്യം ഒന്ന് ആവർത്തിച്ചാവർത്തിച്ചു വായിച്ചാൽ, എല്ലാവരും തിന്ന് തൃപ്തരായി എന്ന ആ വചനത്തിനകത്തൊരു സംശയമുണ്ട്. എല്ലാവർക്കും തൃപ്തി വരുമോ എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ കാലത്ത് എല്ലാവരെയൊന്നും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് വലിയ കാര്യമൊന്നും ചെയ്യാനും നോക്കത്തില്ല. ഇപ്പോൾ ഒരു കൺവെൻഷൻ നമ്മുടെ നാട്ടിൽ വെച്ചാൽ ചില ആളുകളെങ്കിലും അതിനൊരു നെഗറ്റീവ് പറയും. മഴയത്ത് ഈ കൺവെൻഷൻ വെക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്ത് കാര്യം നമ്മൾ ചെയ്താലും 10-ൽ ഒരാളെങ്കിലും ഒരു നെഗറ്റീവ് പറയാൻ അതിനകത്തുണ്ടാകും. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഒരുപാട് വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരാ. സത്യസന്ധമായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ, ഇന്ന് വരെ കല്യാണത്തിന് പോയി ഒരു കുറ്റം പോലും പറയാത്ത ആരെങ്കിലും ഉണ്ടോ? സത്യത്തിൽ ഞാൻ നിങ്ങളുടെ കാര്യം പറയുന്നില്ല, എൻ്റെ കാര്യം പറയാം. ഞാനൊരു പാട്ടുകാരനും കൂടെ ആയതുകൊണ്ട് ഞങ്ങൾ ആദ്യം ഒരു ശുശ്രൂഷയിൽ ചെല്ലുമ്പം ഞങ്ങൾ ആ പാട്ടുകാരെ ഒന്ന് ശ്രദ്ധിക്കും. എന്നിട്ട് ഞങ്ങൾ പറയുന്നൊരു അഭിപ്രായമുണ്ട്, പാട്ട് അത്ര അങ്ങോട്ട് സുഖകരമായില്ല, പ്രതീക്ഷിച്ചതുപോലെ പാട്ട് ശരിയായില്ല. അടുത്ത ഒരു അഭിപ്രായം ഞങ്ങൾ പറയും, പാട്ട് നന്നായിരുന്നു, പക്ഷെ സൗണ്ട് സിസ്റ്റം വേണ്ടുന്നത് പോലെ ശരിയായില്ല. ഇത് രണ്ടും ഒത്താലും നമ്മൾ പറയും ഓർക്കസ്ട്ര അത്ര പോരായിരുന്നു.
ഇനിയും ദൈവവചനം ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരാണെങ്കിൽ പറയും പാട്ടൊക്കെ ഭയങ്കരമായിട്ട്, പക്ഷെ ശുശ്രൂഷ മെയിൻ സെൻട്രൽ ഭാഷയൊക്കെയാണ് വന്നത്, പക്ഷെ പ്രതീക്ഷിച്ചതുപോലെ ശുശ്രൂഷ എന്ത് ചെയ്തില്ല. നന്നായി ആഹാരം പാചകം ചെയ്യുന്ന നമ്മുടെ മാതാക്കന്മാരുണ്ടെങ്കിൽ പറയും ആഹാരം അത്ര അങ്ങോട്ട്, എന്തിനാ ഈ 10 രൂപയുടെ ഐസ്ക്രീമിന് വരെ കുറ്റം പറയുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. സത്യത്തിൽ നമ്മൾ കുറ്റം പറയാത്തൊരു കല്യാണം ഈ ഭൂമിയിലുണ്ടെങ്കിൽ അത് നമ്മുടെ വീട്ടിൽ നടന്ന കല്യാണം. എല്ലാവരും ഉണ്ടല്ലോ, ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. സ്വതന്ത്രം. ഞാൻ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ കല്യാണം എൻ്റെയാണെന്നും പറഞ്ഞാൽ നടക്കുന്നത്. ഒരു പക്ഷെ പാട്ട് മോശമായിരിക്കും, ഫുഡ് മോശമായിരിക്കും, ശുശ്രൂഷ വളരെ മോശമായിരിക്കും, പക്ഷെ അതെന്നെ കൊന്നാലും ഞാൻ എന്ത് ചെയ്യത്തില്ല, സമ്മതിക്കത്തില്ല. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഏതൊരു കാര്യം ചെയ്താലും അതിനകത്ത് എല്ലാവർക്കും തൃപ്തിപ്പെടാൻ പറ്റത്തില്ല. പക്ഷേ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 42-ാമത്തെ വാക്യത്തിൽ സുവിശേഷകൻ പറയുന്നു, അന്ന് എല്ലാവർക്കും തൃപ്തിയുണ്ടായി. ഇന്ന് രാത്രി ഏകദേശം 45-50 മിനിറ്റ് വരെയുള്ള ഈ സമയത്ത് പരിശുദ്ധയാത്മാവിലൂടെ നൽകിത്തരാൻ ഒറ്റ ദൂതയുള്ളൂ, തൃപ്തി തരുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നമ്മെ തൃപ്തരോടെ പറഞ്ഞയക്കുന്ന ഒരു കർത്താവിൻ്റെ സന്നിധിയിലാണ് നമ്മളായിരിക്കുന്നത്. ഏതൊരു കാര്യം ചെയ്താലും അതിനകത്തൊരു തൃപ്തി വരും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി നീ ഒരു ശുശ്രൂഷയ്ക്കകത്താണോ ആയിരിക്കുന്നത്? ഈ ആഴ്ചയിൽ, ഈ വർഷത്തിൽ അതിനകത്തൊരു തൃപ്തി തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. നീ ചെയ്യുന്ന ഉപജീവന മാർഗത്തിനകത്ത്, തൊഴിൽ മേഖലയിൽ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ശൂന്യമാണ്, തൃപ്തിയില്ല. പക്ഷെ ഇന്ന് രാത്രിയിൽ പരിശുദ്ധയാത്മാവ് പറയുന്നു, ഇന്നു മുതൽ അതിനകത്തൊരു തൃപ്തി വരുത്താൻ ദൈവം ആഗ്രഹിക്കുകയാണ്. തൃപ്തി വരുത്തുന്ന ദൈവം, തൃപ്തി തരുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. എല്ലാവരും തിന്ന് തൃപ്തരായി. ഈ കാലഘട്ടത്തിൽ ജനത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്, തൃപ്തിയില്ലായ്മ. അന്നും അതുണ്ടായിരുന്നു. പക്ഷെ മർക്കോസ് വ്യക്തമായി പറയുന്നു, അന്ന് എല്ലാവർക്കും തൃപ്തി ഉണ്ടായി. അന്ന് തൃപ്തി ഉണ്ടാകാൻ ഒരു ഒറ്റ കാരണമേ ഉള്ളൂ. 2 കാരണം ഞാൻ ഒന്നും കൂടെ ഒന്ന് തെളിയിച്ചു പറയാം. ഒന്ന്, 32-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് യേശു അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ തൃപ്തി വരാനുള്ള ഒരു കാരണം യേശുവിൻ്റെ സാന്നിധ്യമാണ്. ഇന്ന് രാത്രിയിൽ ഈ സൂം മീറ്റിംഗ് പ്രാർത്ഥിച്ച് നമ്മൾ ആരംഭിച്ചപ്പോൾ തന്നെ സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മെ തൃപ്തിയോടെ പറഞ്ഞയക്കുന്ന ഒരു കർത്താവിൻ്റെ സന്നിധിയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. 2-ാമത്തെ കാരണം ആ തൊട്ടു താഴത്തെ വാക്യത്തിലുണ്ട്. നിങ്ങൾ അതിപ്പോൾ വായിക്കേണ്ട, വീട്ടിൽ പോയി ഒന്ന് സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കണം. 6-ാമത്തെ അധ്യായം അതിൻ്റെ 35 മുതലുള്ള വാക്യം. പിന്നെ നേരം വൈകിട്ട് ശിഷ്യന്മാർ, 34-ാമത്തെ വാക്യം, അവൻ പടകിൽ നിന്നിറങ്ങിയാറെ വലിയ പുരുഷാരത്തെ കണ്ടു. പടകിൽ നിന്ന് ഇറങ്ങിയ കർത്താവ് പുരുഷാരത്തെ കണ്ടു. ഞാൻ ഇങ്ങനെ പറയാം, അന്ന് തൃപ്തി വരാനുള്ള 2 കാരണത്തിലൊന്ന് യേശു അവിടെ ഉണ്ടായിരുന്നു, മറ്റൊന്ന് യേശു പുരുഷാരത്തെ കണ്ടു. ആ കണ്ടു എന്ന് പറയുന്ന പദത്തിനകത്താണ് ആ തൃപ്തി വരും എന്നുള്ള ഒരു വലിയ ആശയം കിടക്കുന്നത്. ഏകദേശം ഒരു 2-3 മണിക്കൂറുകൾ പഠിക്കാനുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ചിന്തയാണെങ്കിലും വളരെ സമയപരിമിതി നമുക്കുണ്ട്. വേഗം ഞാൻ കമ്പിവാചകം പോലെ ആ വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവം ശ്രദ്ധിച്ച്, അന്ന് ആ നിർജ്ജന പ്രദേശത്ത്, മരുഭൂമിയിൽ, ആരുമില്ലാത്ത, സഹായിക്കാനില്ലാത്ത സ്ഥലത്ത് ജനത്തിന് തൃപ്തി വരാനുള്ള 2 കാരണം, ഒന്ന് യേശുവാണ്,
ആ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തത്. രണ്ടാമത്തെ കാരണം, യേശു പുരുഷാരത്തെ കണ്ടു. ഇനിയുള്ള ആ ഒരു ചില നിമിഷങ്ങൾ ആ കണ്ടു എന്ന് പറയുന്ന പദമാണ് നമ്മൾ ഒരുമിച്ചൊന്ന് ധ്യാനിക്കാനായിട്ട് പോകുന്നത്. എന്താ ദൈവദാസനെ കണ്ടു എന്ന് പറയുന്ന പദത്തിന് ഇത്ര വലിയ പ്രത്യേകത? എൻ്റെ ദൈവമേ, കണ്ടു എന്ന് പറയുന്ന പദമാണ് ഏറ്റവും വലിയ അത്ഭുതം. എന്താ അത് ഏറ്റവും വലിയ അത്ഭുതമാണെന്ന് പറയാനുള്ള കാര്യം ഞാൻ പറയാം. ഇന്ന് രാത്രി ഞാൻ പ്രസാദ് ഭാഷയുടെ വീട്ടിലിരുന്നുകൊണ്ടാ ഈ സൂം മീറ്റിങ്ങിനകത്ത് പങ്കെടുക്കുന്നത്. ഏകദേശം 3:30 മണി സമയമായപ്പോൾ ഞാൻ ഈ വീട്ടിൽ വന്നു. അഭിഷക്ത ദൈവദാസനെ കണ്ടു. പരസ്പരം ഞങ്ങൾ വിശേഷങ്ങൾ പങ്കുവെച്ചു, സംസാരിച്ചു. ഞങ്ങൾ തമ്മിൽ കണ്ടതിന് അതിന് പ്രത്യേകമായൊരു പദമുണ്ട്. ഹൈറോസ് എന്നൊരു പദമാണ്. മനുഷ്യര് തമ്മിൽ കാണുന്നു എന്ന് പറയുന്നതിന് കൊടുത്തിരിക്കുന്ന ആശയം മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ദൈവദാസനെ കണ്ടു, അദ്ദേഹം എന്നെ കണ്ടു, വിശേഷങ്ങൾ പങ്കുവെച്ചു, സ്നേഹ സൽക്കാരങ്ങളിൽ പങ്കെടുത്തു. ഞങ്ങൾ പരസ്പരം കണ്ടു എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ദൈവദാസനെ ഞാൻ കണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഹൃദയം എനിക്ക് കാണാൻ കഴിയത്തില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം ഇനി ചില നിമിഷങ്ങളിൽ യേശുവിൻ്റെ നാമത്തിൽ. ദൈവദാസൻ എന്നെ കണ്ടു, പക്ഷെ എൻ്റെ ഹൃദയത്തെ മതിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് ദൈവദാസൻ അറിയാൻ കഴിയത്തില്ല. അതറിയണമെങ്കിൽ ദൈവദാസനോട് ഞാൻ ഷെയർ ചെയ്യണം. എന്നാൽ സർവശക്തനായ ദൈവം തമ്പുരാൻ കണ്ടു എന്ന് പറയുന്ന പദത്തിന് കൊടുത്തിരിക്കുന്ന ആശയം ഹൈറോസ് അല്ല, എയ്ഡൻ എന്നൊരു പദമാണ്. എന്താ എയ്ഡൻ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥമെന്നറിയാമോ? നമ്മെ മുഴുവനായും കാണുന്നു, നമ്മെ ഉള്ളതുപോലെ കാണുന്നു, നമ്മെ നന്നായി അറിയുന്നു, നമ്മെ കാണുന്ന ഒരു ദൈവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈസത് വിഷയങ്ങൾ സകലതും നന്നായി അറിയുന്ന, നന്നായി കാണുന്ന ദൈവം. അതുകൊണ്ട് തന്നെ ആ പദത്തിന് കൊടുത്തിരിക്കുന്ന ആശയമാണ് എയ്ഡൻ. മനുഷ്യർ തമ്മിൽ കാണുന്നതിന് ഹൈറോസ് എന്നും ദൈവം നോക്കി കാണുന്നതിന് എയ്ഡൻ എന്ന് പറയുന്നു ആശയമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇന്ന് രാത്രി ഈ സൂം മീറ്റിങ്ങിനകത്ത് ഞാൻ ശക്തമായി ദൈവവചനം പ്രസംഗിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. ഏകദേശം 18-20 ആളുകൾ ഈ സൂം മീറ്റിങ്ങിനകത്ത് പങ്കെടുക്കുന്നു. ഞാൻ നിങ്ങളെ കാണുന്നുണ്ട്, നിങ്ങൾ എന്നെ കാണുന്നുണ്ട്. പക്ഷേ എൻ്റെ ഹൃദയത്തിൻ്റെ വേദന എന്താണെന്നോ, നാളെ ഞാൻ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നം എന്താണെന്നോ നിങ്ങളിൽ ആർക്കും അറിയില്ല. എൻ്റെ മുമ്പിലിരിക്കുന്ന 20 പേരുടെ പ്രശ്നങ്ങളും വേദനകളും എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ദൈവമാണ് ഇന്ന് രാത്രി നമ്മളെ നോക്കുന്നതെങ്കിൽ നമ്മുടെ വെളിയിലുള്ള ഒരു അവസ്ഥകൾ മാത്രമല്ല, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നാം അനുഭവിക്കുന്ന പ്രശ്നം എന്താണോ അത് മുഴുവനും കാണുന്നുണ്ടെങ്കിൽ അതിനു മാത്രം പറയുന്ന പേരാണ് എയ്ഡൻ എന്ന പദം. ഇവിടെ യേശു കർത്താവ് പുരുഷാരത്തെ കണ്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവരെ മുഴുവനായും യേശു കണ്ടു എന്ന് പറഞ്ഞാൽ ഏകദേശം 25,000-ത്തിലധികം വരുന്ന ജനത്തെ മുഴുവൻ സർവശക്തനായ ദൈവം കണ്ടെങ്കിൽ അന്ന് രാത്രി ആ നിർജ്ജന പ്രദേശത്ത് സകല ആളുകൾക്കും ഒരു തൃപ്തി വന്നെങ്കിൽ ഒറ്റ കാരണമേ ഉള്ളൂ. ആ 25,000-ത്തിലധികം വരുന്ന പുരുഷാരത്തെ മുഴുവനും കണ്ടിട്ട് അവരുടെ ആവശ്യങ്ങൾ എന്താണോ അത് പരിഹരിച്ചത് കൊണ്ടല്ലേ ദൈവമക്കളെ എല്ലാവർക്കും തൃപ്തി വന്നു എന്ന് പറയാൻ കാരണം. ഇന്ന് രാത്രി ഞാൻ പറയാം, ഈ സൂം മീറ്റിങ്ങിനകത്ത് ഇന്ന് രാത്രി ഈ വചനം നീ കേട്ടോണ്ടിരിക്കുമ്പോൾ ശക്തമായ ദൂത് ഞാൻ കൈമാറുന്നു. നമ്മെ നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ നന്നായി കാണുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ പ്രത്യേകത, അവൻ നമ്മെ അറിയുന്ന ദൈവമാണ്, അവൻ നമ്മെ നോക്കിക്കാണുന്ന ദൈവമാണ്. വിശ്വസിക്കുന്നവർ കരമുയർത്തി നമ്മുടെ ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. എല്ലാവർക്കും തൃപ്തി വരാനുള്ള കാരണം ഒന്ന്,
യേശുവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. മറ്റൊന്ന്, യേശു ക്രിസ്തു അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ആ പുരുഷാരത്തെ കണ്ടു. അതുകൊണ്ട് തന്നെ സകല ആളുകൾക്കും തൃപ്തി വന്നു. നമ്മെ നന്നായി കാണുന്ന ഒരു ദൈവം. ഉള്ളതുപോലറിഞ്ഞിടും ഉള്ളം കയ്യാൽ താങ്ങിടും ഉന്നതനമുടയവനേ. ഉള്ളതുപോലറിഞ്ഞിടും ഉള്ളം കയ്യാൽ താങ്ങിടും ഉന്നതനമുടയവനേ. യേശുവേ മാറാത്ത മിത്രമേ, യേശുവേ ഉയിരിൻ്റെ ഉയിരാണേ, യേശുവേ മാറാത്ത മിത്രമേ, എൻ്റെ യേശുവേ ഉയിരിൻ്റെ ഉയിരാണേ. ഉള്ളതുപോലറിഞ്ഞിടും ഉള്ളം കയ്യാൽ താങ്ങിടും ഉന്നതനാം ഉടയവനേ. എന്നെ വരിയല്ലേ, ഉള്ളതുപോലെ അറിയും. നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്ക് നമ്മെ അറിയാം, നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മെ അറിയാം, കൂടപ്പിറപ്പുകൾക്ക് നമ്മെ അറിയാം, അപ്പനറിയാം, അമ്മയ്ക്കറിയാം, മക്കൾക്കറിയാം. പക്ഷെ ഉള്ളതുപോലെ നമ്മെ അറിയുന്ന ഒറ്റ ഒരുവനെയുള്ളൂ. ആ കർത്താവ് ഇന്ന് രാത്രി പറയുകയാണ്, ഞാൻ നിനക്ക് തൃപ്തി വരുത്തുന്ന ഒരു ദൈവമാണ്. ഞാൻ നിനക്ക് തൃപ്തി വരുത്തുന്ന ദൈവം. ഉള്ളതുപോലെ അറിഞ്ഞിടും. ദൈവദാസിയെ, സൂമിനകത്ത് നീ വന്നിരിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, കരയും, കൈ ഉയർത്തുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നീ തകർന്ന് തരിപ്പണമായിട്ട് ഇന്ന് രാത്രി ഇതിനകത്ത് ഇരിക്കുന്നു. ഓ ഹസ്തനാഥനയാതരാധന. ഉള്ളതുപോലറിഞ്ഞിടും. അച്ഛാ, ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ ശൂന്യതയാ ജീവിതം മുഴുവൻ. ഇന്നലെ രാത്രിയും കൂടെ കിടന്നുകൊണ്ട് നീ പ്രാർത്ഥിച്ചതാ കേട്ടോ. എന്നെ അറിയാൻ എനിക്കാരുമില്ലല്ലോ, എൻ്റെ വേദന കാണാൻ എനിക്കാരുമില്ലല്ലോ. അയ്യോ, എത്ര വർഷമായി ഇവിടെ ജോലി ചെയ്യുന്ന ശൂന്യതയാണല്ലോ ജീവിതം മുഴുവൻ. അല്ലല്ല, നിന്നെ ഉള്ളതുപോലെ അറിയുന്ന ഒരുവൻ വാഗ്ദത്തം പോലെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ ഇരുന്ന നമ്മൾ ഇന്ന് രാത്രി ശുശ്രൂഷ അനുഭവിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഉള്ളതുപോലെ അറിഞ്ഞിടും ഉള്ളം കയ്യാൽ താങ്ങിടും ഉന്നതനമുടയവനേ. അവന്റെ പ്രത്യേകത കേൾക്കുന്നു. അമാവിൽ ചാരിട എല്ലാം പറയാ, വിശ്വസ്തനവൻ, വീരനാണവൻ. മാർവിൽ ചാരിട എല്ലാം പറയാ, വിശ്വസ്തനവൻ, വീരനാണവൻ.
ഒരിക്കൽ നഥനയേലോട് പറഞ്ഞു, നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോഴേ നിന്നെ ഞാൻ കണ്ടു. ആ കണ്ടു എന്ന് പറയുന്ന പദം എയ്ഡനുമായി കണക്റ്റഡാ കേട്ടോ. യഹൂദന്റെ ഒരു ചരിത്രം ഒന്ന് പഠിച്ചാൽ, യഹൂദന്റെ വീട്ടിനകത്തൊരു കുഞ്ഞ് ജനിച്ചാൽ അപ്പനും അമ്മയും കൂടെ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ഏകദേശം ഒരു 2 ആഴ്ച കഴിയുമ്പോൾ ഈ കുഞ്ഞിനെയും കൊണ്ട് പള്ളിയിലോട്ട് പോകും. യഹൂദന്റെ ആചാര മര്യാദ പ്രകാരം നടക്കുന്ന ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമ്പോൾ ഒരു അത്തിവൃക്ഷത്തിന്റെ തൈ എടുത്ത് വീടിന്റെ മുറ്റത്ത് നടും. എന്നിട്ട് രാവിലെയും വൈകിട്ടും ഇങ്ങനെ വെള്ളം കോരി ഒഴിക്കും. ഈ കുഞ്ഞു വളരുന്നത് പോലെ തന്നെ ഈ അത്തിവൃക്ഷത്തിന്റെ തൈ ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കും. ഏകദേശം ഒരു നല്ല പ്രായമാകുമ്പോൾ, പക്വതയുള്ള പ്രായം, അറിയുന്ന പ്രായമാകുമ്പോൾ ഈ അപ്പൻ മോനെ വിളിച്ചിട്ട് പറയും, മോനെ ഇങ്ങ് വന്ന ഒരു കാര്യം കാണിക്കാം. നിനക്ക് ഏകദേശം 2 ആഴ്ച മാത്രം പ്രായമുള്ളപ്പോൾ അപ്പനും അമ്മയും കൂടെ നിന്നെ പള്ളിയിലോട്ട് കൊണ്ടുപോയി ശുശ്രൂഷകൾ കഴിഞ്ഞു വന്ന് അപ്പൻ നട്ടുവെച്ചതായി ഈ അത്തിവൃക്ഷത്തിന്റെ തൈ. ഇന്ന് കണ്ടോ, നിന്നെ പോലെ തന്നെ ഭയങ്കര പൊക്കമായി ഒരു വടുവൃക്ഷമായി അത് മാറിയിരിക്കുകയാണ്. ഇനി നമ്മുടെ ഇടയിൽ ഒരു ആചാരമുണ്ട് മോനെ, എന്താണെന്ന് ചോദിച്ചാൽ, പൂർവ്വപിതാക്കന്മാർ അനുഷ്ഠിച്ചു വരുന്ന ഒരു വിശ്വാസമുണ്ട്, അവർ ചെയ്തു വരുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? നിനക്ക് ഇനി എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായാൽ, അല്ല എന്തെങ്കിലും ഒരു വേദന നിനക്കുണ്ടായാൽ, എന്തെങ്കിലും ഒരു ഭാരം നിന്റെ ഹൃദയത്തിനുണ്ടായാൽ, ഈ ഭൂമിയിലെ അപ്പനായ എന്നോട് പറയുന്നതിന് മുമ്പ് നീ ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ട്. വീട്ടിൽ നിന്നിറങ്ങണം, അത്തിവൃക്ഷത്തിന്റെ കീഴിലോട്ട് നീ ചെന്നോണം. എന്നിട്ട് നിന്റെ പരിഭവങ്ങൾ, വേദനകൾ, ആകുലങ്ങൾ, നിന്റെ ഹൃദയത്തെ മതിച്ചോണ്ടിരിക്കുന്ന വിഷയം സ്വർഗത്തിലെ അപ്പനോട് നീ പറഞ്ഞോണം. അതാണ് നമ്മുടെ പ്രമാണം. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. നഥനേലിനെ മടിക്കുന്ന വിഷയം എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അവന്റെ ഹൃദയത്തെ മടിക്കുന്ന ചില വേദനകളുണ്ട്. ചില ആവശ്യഭാരത്തോടെ പ്രമാണമനുസരിച്ച് അത്തിയുടെ കീഴിൽ അവൻ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ അവനെ കണ്ട കർത്താവ് അവനോട് പറയുന്നു, നഥനയേലേ, നീ അത്തിയുടെ കീഴിലിരിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടു. ഒന്നും കൂടെ പറഞ്ഞ, നഥനയേലേ, പ്രാർത്ഥനയ്ക്കായി നീ അത്തിയുടെ കീഴിൽ പോയിരിക്കാൻ വീട്ടിൽ നിന്ന് നീ ഇറങ്ങുന്നതിന് മുമ്പേ നിന്നെ ഞാൻ കണ്ടതാണ്. ആ കണ്ടു എന്ന് പറയുന്ന പദം എയ്ഡനുമായിട്ട് കണക്റ്റഡ് ആകട്ടോ. നഥനയേലിനെ മുഴുവനായും ഉള്ളതുപോലെ അറിഞ്ഞ കർത്താവ് ഇന്ന് രാത്രി സൂം മീറ്റിംഗിനകത്ത് പ്രാർത്ഥനയോടെ നീ വന്ന് ഇത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ, ഇതിനകത്ത് നീ ലോഗിനായപ്പോൾ തന്നെ നിന്നെ ഉള്ളതുപോലെ അറിയുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവൻ നിന്നെ തൃപ്തിയോടെ പറഞ്ഞയക്കുന്ന ദൈവമാണ്. അവൻ നിനക്ക് തൃപ്തി വരുത്തുന്ന ദൈവമാണ്. അവൻ നിന്നെ കൈവിടുന്ന ദൈവമല്ല. അവൻ നിന്നെ മാറോടണയ്ക്കുന്ന ദൈവമാണ്. അവൻ നിന്നെ ചങ്കോട് ചേർക്കുന്ന ദൈവമാണ്. ആരൊക്കെ മാറിപ്പോയാലും, ആരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞാലും, ആഭയമായി, ആശ്രയമായി, സങ്കേതമായി, തക്ക തുണയായി നിൽക്കുന്ന ഒരു ദൈവം. അവൻ തൃപ്തിയേക്കുന്ന ദൈവമാണ്. അവൻ തൃപ്തി വരുന്ന ദൈവമാണ്. ചില നിമിഷങ്ങൾ കരം ചേർത്തടിച്ച് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഉള്ളതുപോലറിഞ്ഞിടും, ഉള്ളം കയ്യാൽ താങ്ങിടും ഉന്നതനമുടയവനേ. ഒരിക്കൽ പത്രോസിനോട് പറഞ്ഞു, നീ ചൂണ്ടയിട്ട് മീൻ പിടിച്ചോണം. ഈ പത്രോസിന്റെ വീടും ഗലീല കടലും തമ്മിൽ 3.5 കിലോമീറ്റർ ഉണ്ടെന്ന്. എൻ്റെ പൊന്നു, അത് വായിച്ചാൽ കണ്ണു നിറയും കേട്ടോ. 3.5 കിലോമീറ്റർ അങ്ങ് കിടക്കുന്ന ഗലീല കടലിൽ, അതും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മത്സ്യമുള്ള ഗലീല കടലിനകത്ത് പത്രോസിനു വേണ്ടി ഒരു മീൻ കാത്തിരിക്കുന്നത് കണ്ട ദൈവം. ആ കണ്ടു എന്ന് പറയുന്ന പദം എയ്ഡനുമായിട്ട് കണക്റ്റഡ് ആകട്ടോ. ഇന്ന് രാത്രി ഇതൊരു പ്രോസ്പെരിറ്റി തിയോളജിയായി മാത്രം കാണരുത്. ചില ആഴ്ചകളായി ചില പ്രത്യേകമായ സാമ്പത്തിക
വിഷയത്തിനകത്ത് ഞരങ്ങി നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. നിന്റെ കടഭാരം ദൈവം അറിയുന്നു, നിന്റെ ആകുലത ദൈവം അറിയുന്നു, നിന്റെ ആവശ്യങ്ങൾ ദൈവം അറിയുന്നു. ഇന്ന് രാത്രി അവൻ നിന്നെ തൃപ്തിയോടെ പറഞ്ഞയക്കുന്ന ദൈവമാണ്. ഓ, നീ ഏത് വിഷയത്തിലാണോ ഞരങ്ങുന്നത് അതറിയുന്ന ദൈവോ ആ വിഷയത്തിൽ നിന്നെ തൃപ്തിയോടെ പറഞ്ഞയക്കുന്ന ഒരു കർത്താവ്. ഞാനിത് മുഖവരയായി ഇങ്ങനെ പറഞ്ഞു വരുന്നത് എയ്ഡൻ എന്ന് പറയുന്ന പദം നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി ഒരൊറ്റ ഉദാഹരണം കൂടെ പറഞ്ഞ ആ മെസ്സേജിന്റെ ആഴത്തിലേക്ക് ഞാൻ വേഗം വരാം. ഉൽപ്പത്തി പുസ്തകം 18-ാമത്തെ അധ്യായം വായിക്കണ്ട. മമ്മറയുടെ തോപ്പിൽ അബ്രഹാം നിൽക്കുമ്പോൾ സർവശക്തനായ ദൈവവും 2 ദൂതന്മാരും കൂടെ ആ വീട്ടിൽ വിസിറ്റിങ്ങിന് വേണ്ടി വരുന്നു. ചരിത്രം അറിയാമല്ലോ. അബ്രഹാം ഒരുക്കിയ വിരുന്നെല്ലാം കഴിച്ചിട്ട് മനോഹരമായ ഭക്ഷണത്തിന് മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ നേരം സർവശക്തനായ ദൈവം വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ മുഖത്ത് നോക്കി ഒരൊറ്റ ചോദ്യം: നിന്റെ ഭാര്യ സാറ എവിടെ? നിന്റെ ഭാര്യ സാറ എവിടെ? ആ ചോദ്യത്തിന് മുമ്പിൽ അബ്രഹാം ഒന്നും നടുങ്ങിത്തരിച്ചു. അവൻ പറയുന്നു, കൂടാരത്തിലുണ്ട്. അടുത്ത പദം കേട്ടോ, അടുത്ത വർഷം ഞാൻ വരുമ്പോ അവളൊരു മകനെ അണച്ചുകൊള്ളു. എൻ്റെ ദൈവമക്കളെ, ആ ചോദ്യ ഉത്തരം കൂടെ നിങ്ങളൊന്ന് വായിച്ചാൽ പരസ്പര ബന്ധമില്ലാത്തതുപോലെ നമുക്ക് തോന്നും. ഭവന സന്ദർശനത്തിന് വേണ്ടി നമ്മളൊരു വീട്ടിൽ ചെന്നാൽ അച്ഛൻ എന്തിയെ അല്ലെങ്കിൽ അമ്മാമ എന്തിയെ എന്ന് നമ്മൾ ചോദിച്ചാൽ വീട്ടിലുണ്ടല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പോയി എന്ന മറുപടിയാണ് കിട്ടുന്നതെങ്കിൽ സാധാരണ ദൈവദാസന്മാർ തിരിച്ചു പറയുന്നത് എന്താണെന്നറിയാമോ? അച്ഛാ, ഞങ്ങൾ പോയെന്ന് പറഞ്ഞേരെ. അങ്ങനെയല്ലേ നമ്മുടെ മറുപടി? അങ്ങനെ തന്നെ പറഞ്ഞാൽ മതിയായിരുന്നു. ദൈവവും നിന്റെ ഭാര്യ സാറ എന്ത് എന്ന ചോദ്യത്തിന് അബ്രഹാം പറഞ്ഞു, അവൾ കൂടാരത്തിലുണ്ട്. ഉടനെ വന്ന മറുപടി, അടുത്ത വർഷം ഞാൻ വരുമ്പോൾ അവരൊരു മകനെ പ്രസവിക്കും. എന്തു മനസ്സിലായി? ഒരു യഹൂദന്റെ ചരിത്രം മുഴുവൻ അവരൊറ്റ വാക്കിനകത്ത് അബ്രഹാം ഒതുക്കി. എന്താ ചരിത്രമെന്ന് നിങ്ങൾക്ക് കേൾക്കണോ? ആത്മനിറവോടെ ആ ചരിത്രം ചില മിനിറ്റ് കൊണ്ട് ഞാൻ പറയുമ്പോൾ വളരെ പ്രാർത്ഥനയോടെ അത് ഭാഗമെന്ന് കേട്ടോണം. ഒരു യഹൂദന്റെ വീട്ടിൽ ഒരു പെൺകുഞ്ഞിനെ വിവാഹം കഴിച്ചോണ്ട് വന്നിട്ട് ഏകദേശം 1 വർഷമായി ആ കുഞ്ഞ് പ്രസവിക്കുന്നില്ലെങ്കിൽ അതോടെ അവരുടെ അധോഗതിയാണ്. ആ നിയമം നിങ്ങൾക്ക് കേൾക്കണോ? ആ പെൺകുഞ്ഞിന് വീട്ടിലുള്ള ആളുകളോട് സംസാരിക്കാനുള്ള അനുവാദമില്ല. വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ ആഹാരം ഉണ്ടാക്കി കൊടുക്കാം, പക്ഷെ അത് സേർവ് ചെയ്യാനുള്ള അനുവാദമില്ല. ആഹാരം കഴിക്കാനിരിക്കുന്നവരോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അവൾ ബാലൻ വുമനാണ്, മച്ചിയാണ്. കുഞ്ഞുങ്ങളെ പ്രസവിക്കാത്തതായതുകൊണ്ട് അവൾ ശാപഗ്രസ്തമേറ്റ സ്ത്രീയാണ്. അതിനേക്കാൾ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം, ആ വീട്ടിൽ ആർക്കെങ്കിലും ഒരു പിഞ്ചു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ഒന്ന് എടുക്കാനോ, അതിനൊരു ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കാനോ, അതിനെ ഒന്ന് ഉമ്മ കൊടുക്കാനോ, അതിനെ ഒന്ന് കൊഞ്ചിക്കാനോ, അതിനെ ഒന്ന് താലോലിക്കാനോ ഈ സ്ത്രീക്ക് അനുവാദമില്ല. കാരണം അവൾ മച്ചിയായ സ്ത്രീയാണ്, അവൾ ശപിക്കപ്പെട്ടവളാണ്. അങ്ങനെയുള്ള സ്ത്രീ എന്ത് ചെയ്യണമെന്നറിയാമോ? അവൾ കൂടാരത്തിനകത്ത് നിന്നോണം, കൂടാരത്തിനകത്ത് നിന്നോണം. അബ്രഹാമേ, നിന്റെ ഭാര്യ സാറ എവിടെ എന്ന ചോദ്യത്തിൽ ചങ്കുപൊട്ടി ദൈവത്തോട് പറയുന്നു, അവൾ കൂടാരത്തിലുണ്ട്, അവൾ കൂടാരത്തിലുണ്ട്. നിന്റെ ഭാര്യ സാറ എന്തേ എന്ന് ചോദിച്ചപ്പം അബ്രഹാമിന്റെ കണ്ണൊന്ന് നിറഞ്ഞു, ചങ്കൊന്ന് പിടഞ്ഞു. ആ ചോദ്യത്തിന് മുമ്പിൽ അബ്രഹാമിന്റെ തലയൊന്ന് കുനിഞ്ഞു.
പക്ഷെ കൂടെ വന്ന ദൂതന്മാർ അവന്റെ വേദന കണ്ടില്ല കേട്ടോ. കൂടെ വന്ന ദൂതന്മാർ അവന്റെ കണ്ണ് നിറഞ്ഞത് കണ്ടില്ല. ആ ചോദ്യത്തിന് മുമ്പിൽ പകച്ചുപോയ അബ്രഹാമിനെ ദൂതന്മാര് കണ്ടില്ല, പക്ഷെ കാണേണ്ടവൻ കണ്ടു. ഇന്ന് രാത്രി ആ കണ്ടു എന്ന് പറയുന്ന പദം എയ്ഡനുമായി കണക്റ്റഡ് ആകട്ടോ. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ദൈവം അബ്രഹാമിനെ മുഴുവനായി ഒന്ന് സ്കാൻ ചെയ്തപ്പോ ഒരു കാര്യം മനസ്സിലായി, ഇവൻ വേദനയോടെയാ നിൽക്കുന്നത്. ചില മാസങ്ങൾ ആഴ്ചകളായി ഇതുപോലെയുള്ള ചോദ്യത്തിന് മുമ്പിൽ ഇവൻ പതറാൻ തുടങ്ങിയിട്ട് ഇന്ന് രാത്രി ആത്മനിറവോടെ ഞാൻ പറയാം, ഇതുപോലെയുള്ള ചോദ്യത്തിന് മുമ്പിൽ നീയും തലകുനിക്കാൻ തുടങ്ങിയിട്ട് ചില കാലമായി. ദൈവ പൈതലേ, ഇന്ന് രാത്രി നിന്റെ മറുപടിയുടെ സമയമാണ്. ഇന്ന് രാത്രി നിന്റെ വിടുതലിന്റെ സമയമാണ്. ഇന്ന് രാത്രി തൃപ്തിയോട് നിന്നെ പറഞ്ഞയക്കാൻ കഴിയുന്ന ഒരു ദൈവം ഈ സൂം മീറ്റിങ്ങിനകത്ത് വന്നിട്ടുണ്ട്. അവൻ നമ്മെ ഉള്ളതുപോലെ അറിയുന്ന ദൈവമാണ്. അവൻ നമ്മെ നന്നായി അറിയുന്ന കർത്താവ്. സാറായി എവിടെ എന്ന ചോദ്യത്തിൽ വിശ്വാസികളുടെ പിതാവ് പോലും ഒന്ന് പകച്ചു കൂടാരത്തിലുണ്ട്. അടുത്ത വർഷം ഞാൻ വരുമ്പോൾ അവരൊരു മകനെ അണയ്ക്കും. ഇന്ന് രാത്രി സുവിശേഷകൻ എന്ന നിലയിൽ സൂം മീറ്റിങ്ങിനകത്ത് പ്രാർത്ഥനയോടെ കണ്ണുനീരോടെ വചനം കേൾക്കുന്ന ചിലരോട് അതേ ദൂത് ഞാൻ കൈമാറുന്നു. ഈ വർഷം തന്നെ അല്ല, ഈ ആഴ്ചയിൽ, ഈ മാസത്തിൽ നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ചില പ്രാർത്ഥനാ വിഷയത്തിന്റെ മറുപടി യേശുവിന്റെ നാമത്തിൽ ഈ ആഴ്ചയിൽ തന്നെ നിന്റെ ഉപജീവന മാർഗത്തിൽ, നിന്റെ ബിസിനസ് മേഖലയിൽ, നിന്റെ കുഞ്ഞിന്റെ വിഷയത്തിൽ, നിന്റെ തലമുറയുടെ പഠന വിഷയത്തിൽ കുഞ്ഞിന് ഫീസ് അടയ്ക്കാൻ കഴിയുന്നില്ലല്ലോ, അതാണോ നിന്റെ വേദന? ഇന്ന് രാത്രി നിന്റെ കണ്ണു നിറയുന്നത് അവൻ കാണുന്നുണ്ട്. നിന്നെ ഉള്ളതുപോലെ അവൻ അറിയുന്നുണ്ട്. അവൻ നിന്നെ തൃപ്തിയോടെ പറഞ്ഞയക്കുന്ന ദൈവമാണ്. ഉള്ളതുപോലെ അറിഞ്ഞിടും ഉള്ളം കയ്യാൽ താങ്ങിടും ഉന്നതമുടയവനേ. എന്ന പദത്തിന്റെ ആശയം മനസ്സിലായോ ദൈവമക്കളെ നിങ്ങൾക്ക്? മനുഷ്യൻ പുറമെയുള്ള നമ്മെ കാണുമ്പം നമ്മുടെ ഉള്ളിലെ വേദനകളും നൊമ്പരങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും നാം അനുഭവിക്കുന്ന സകല പ്രശ്നവും ഒരൊറ്റ നോട്ടം കൊണ്ട് ദൈവം തമ്പുരാൻ മനസ്സിലാക്കി കണ്ട് അതിനൊരു പരിഹാരം തരുമ്പോഴാണ് ഒരു പൂർണ്ണ തൃപ്തി നമുക്കുണ്ടാകുന്നത്. നാഥനേലിനെ കണ്ടത് അത് എയ്ഡനുമായിട്ട് കണക്റ്റഡാണ്. പത്രോസിന്റെ ഹൃദയത്തിന്റെ വേദന കണ്ടു, അത് എയ്ഡൻ എന്ന പദമായി കണക്റ്റഡാണ്. അബ്രഹാമിന്റെ ഹൃദയത്തിന്റെ വേദന കണ്ട് ഒരത്ഭുതമല്ല, മഹാത്ഭുതം ചെയ്ത ദൈവം ഇമ്പോസിബിൾ എന്ന് പറയുന്ന കാര്യത്തെ ദൈവം പോസിബിൾ ആക്കി മാറ്റിയെങ്കിൽ ഒരു കാര്യം പറയാം, ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും ഒരുമിച്ച് കാണുന്ന ആ ദൈവം നമ്മെ തൃപ്തിയോടെ ഇന്ന് രാത്രി പറഞ്ഞയക്കുക തന്നെ ചെയ്യും. കരമുയർത്തി നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. ഇനിയുള്ള ഏകദേശം 15 മിനിറ്റ് കൊണ്ട് ഈ സന്ദേശം ഞാൻ അവസാനിപ്പിക്കാം. അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് വരാം. മത്തായി സുവിശേഷം വായിക്കേണ്ട ദയവായി ഞാൻ വേഗം പറഞ്ഞു പോകാം. 8-ാമത്തെ അധ്യായം 1 മുതൽ ഉള്ള വാക്യം നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ
കുഷ്ഠരോഗിയായ ഒരു മനുഷ്യൻ യേശുവിനെ കണ്ടിട്ട് കവിണ്ണു വീണെന്ന് നമ്മൾ വായിക്കും. നമസ്കരിച്ചു. സുവിശേഷം 4 കൂടെ വായിക്കണം. നമസ്കരിച്ചു, താണു വണങ്ങി, മുട്ടുകുത്തി കവിണ്ണു വീണു. യേശു കണ്ടു എന്ന് പറയുന്ന പദം ഒന്ന് തെളിയിക്കാൻ ഏകദേശം ഒരു 15-16 ഉദാഹരണം എൻ്റെ കയ്യിലുണ്ടെങ്കിലും സമയത്തിൻ്റെ പരിമിതിയിൽ ഇനി ഒരുപക്ഷെ ഒരു ഉദാഹരണം കൂടെ പറയാനേ നമുക്ക് സമയമുള്ളൂ. ദൈവം അനുവദിച്ചാൽ അതിൻ്റെ ബാക്കി ഭാഗം എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ശുശ്രൂഷിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു, പ്രത്യാശിക്കുന്നു. ഈ ഭാഗം നമുക്കൊന്ന് പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കാം. എൻ്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലച്ചൊരു ഭയങ്കര സംഭവം. കുഷ്ഠരോഗിയെ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. അടൂര് നൂറനാട് എന്ന് പറയുന്ന സ്ഥലത്ത് കുഷ്ഠരോഗ ആശുപത്രിയുണ്ട്. അവിടെ സത്യത്തിൽ രോഗികളില്ല, രോഗം മാറിയവരാണെങ്കിലും ഈ രോഗം ബാധിച്ചതുകൊണ്ട് വീട്ടിൽ പോകാൻ കഴിയാതെ എല്ലാവരുമായി ഒറ്റപ്പെട്ട് കിടക്കുന്ന ചില ആളുകൾ. കുഷ്ഠരോഗത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ശരീരശാസ്ത്രം നിയമം അനുസരിച്ച് ശരീരത്തിലെ തൊലിയെല്ലാം പോയി രക്തവും ചലവും കൂടെ താഴെ കൊലിച്ച് വല്ലാത്തൊരു ദുർഗന്ധം വമിക്കും. ഒരു നിയമം എന്ന് പറയുന്നത്, ഇവർ വസ്ത്രം മാറാനായിട്ട് അവർക്ക് താല്പര്യമില്ല. കാരണം രക്തവും ചലവും കൂടെ ഒലിച്ച് ഈ ഉടുപ്പിട്ടിരിക്കുന്ന വസ്ത്രമെല്ലാം ശരീരത്തോട് ഒട്ടി നിൽക്കുന്നത് കൊണ്ട് ഈ വസ്ത്രം അങ്ങോട്ട് ഊരി മാറ്റിയാൽ മാംസങ്ങളെല്ലാം പിഴുതു പറഞ്ഞു പോകും എന്നുള്ളത് കൊണ്ട് ഇവർ വസ്ത്രം മാറാറില്ല. മറ്റൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇവർ കുളിക്കാറില്ല. എന്താണെന്ന് ചോദിച്ചാൽ, ഒരു തുള്ളി വെള്ളം ആ ശരീരത്തിലേക്ക് വീണാൽ സൂചി കുത്തി നോവിക്കുന്നത് പോലെയുള്ള വേദന, അസഹനീയമായ വേദന ആയതുകൊണ്ട് കുളിക്കാൻ ഇവർ ശ്രമിക്കുന്നത്. അപ്പോൾ വസ്ത്രം മാറത്തില്ല, കുളിക്കുകയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മർക്കോസ് പറയുന്നത് 8 വർഷം കുഷ്ഠം നിറഞ്ഞ ഒരു മനുഷ്യൻ. കുഷ്ഠം നിറഞ്ഞെന്ന് പറഞ്ഞാൽ ആപാദചൂടം കുഷ്ഠം നിറഞ്ഞ ഒരു മനുഷ്യൻ. ഇന്ന് രാത്രി ഞാൻ അവനെക്കുറിച്ചൊന്ന് പറയുമ്പോൾ അതൊന്ന് ഭാവനെ കണ്ടു നോക്കണം. മുടിയെല്ലാം നീണ്ടു വളർന്ന് ജടകെട്ടി, കണ്ണുകുഴിഞ്ഞ് കവിളൊട്ടി, ഈ കുഷ്ഠരോഗം എന്നിവൻ ഉണ്ടായോ അന്നു മുതൽ ഇവൻ വീടിന് പുറത്ത് കിടക്കുക. സഹോദരങ്ങളില്ല, സ്നേഹിതരില്ല, അപ്പനില്ല, അമ്മയില്ല, എല്ലാവരും ഉണ്ട്. എല്ലാവരും ഒറ്റപ്പെട്ട് സ്നേഹിതന്മാര് കൈവിടപ്പെട്ടവനായി ആർക്കും വേണ്ടാത്ത ഒരു മനുഷ്യൻ. അവൻ യേശുവിനെ കണ്ടിട്ട് ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, യേശുവിൻ്റെ കാൽക്കൽ കവിണ്ണു വീണു, മുട്ടുകുത്തി നമസ്കരിച്ചിട്ട് യേശുവിനോട് പറയുന്നു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെയും കൂടെ ശുദ്ധമാക്ക, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെയും കൂടെ സൗഖ്യമാക്കുക. ഒറിജിനൽ ഭാഷയ്ക്കകത്ത് എങ്ങനെയാണെന്നറിയാമോ ദൈവ പൈതലേ? യേശുവേ, എന്നെയും കൂടെ ഒന്ന് രക്ഷപ്പെടുത്താവോ? ഇന്ന് രാത്രി അത് പറയുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും. ആരും ഇല്ലാത്ത ഒരു മനുഷ്യൻ യേശുവിൻ്റെ കാൽക്കൽ കമഴ്ന്ന് വീണ് കിടന്നുകൊണ്ട് ആ കണ്ണിലോട്ട് നോക്കി പറയുക, എന്നെയും കൂടെ ഒന്ന് രക്ഷപ്പെടുത്തി തരാവോ, എന്നെയും കൂടെ ഒന്ന് രക്ഷപ്പെടുത്തി തരാവോ? പക്ഷെ അടുത്ത വാക്കാണ് എന്നെ വേദനിപ്പിച്ചത്. നിനക്ക് മനസ്സുണ്ടേ മതി കേട്ടോ, മനസ്സുണ്ടേ മതി കേട്ടോ. ഇന്ന് രാത്രി ഇതേ വാക്ക് നാം ചിലരോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ മോളെ ഒന്ന് രക്ഷപ്പെടുത്തണേ, ഞങ്ങളുടെ മോനെയും കൂടെ ഒന്ന് രക്ഷപ്പെടുത്തണം കേട്ടോ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. നിന്റെ അപ്പൻ്റെ വീട്ടിൽ, നിന്റെ അമ്മയുടെ വീട്ടിൽ ആരെങ്കിലും വിദേശ രാജ്യങ്ങളിലോ ഉയർന്ന ജോലിക്കായി കടന്നു പോകുമ്പം പ്രത്യാശയോടെ നമ്മൾ നമ്മുടെ മക്കളുടെ കാര്യം പറയത്തില്ല, മോനെ നീ കൂടെ പോയിട്ട് എൻ്റെ മോനെയും കൂടെ ഒന്ന് രക്ഷപ്പെടുത്തണേ, എൻ്റെ മോനെയും കൂടെ ഒന്ന് രക്ഷപ്പെടുത്തണേ. ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ പറയാം, നിനക്ക് രക്ഷ വരുന്നത് അമ്മാച്ചൻ്റെ വീട്ടിൽ നിന്നല്ല, അപ്പാപ്പനിൽ നിന്നല്ല. നിന്റെ രക്ഷ വരുന്നത് സമൂഹത്തിൽ ഉന്നതമായ ജോലി ചെയ്യുന്ന ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരിൽ നിന്നല്ല. രക്ഷ നൽകാൻ കഴിയുന്ന ഒരുവൻ, തൃപ്തി തരാൻ കഴിയുന്ന ഒരു ദൈവം, നിന്റെ തലമുറയെ മാനിക്കാൻ കഴിയുന്ന ഒരുവനെ
ഇന്ന് രാത്രി സൂം മീറ്റിങ്ങിനകത്ത് ഞാൻ ആത്മനിറവോടെ ഉയർത്തുന്നു. അവന്റെ പ്രത്യേകത, അവൻ നിനക്ക് തൃപ്തി വരുത്തുന്ന ദൈവമാണ്. അവൻ നമ്മെ മറക്കുന്ന ദൈവമല്ല, അവൻ നമ്മെ ഉള്ളതുപോലെ അറിയുന്ന ദൈവമത്രേ. ആരുമില്ലാത്ത മനുഷ്യൻ കർത്താവിനോട് ചോദിക്കുക, എന്നെയും കൂടെ ഒന്ന് ശുദ്ധമാക്കാൻ പറ്റുമോ? മനസ്സുണ്ടേ മതി കർത്താവേ, എന്നെയും കൂടെ ഒന്ന് രക്ഷപ്പെടുത്താമോ? ഹല്ലേലൂയ. യേശു കർത്താവ് കാൽക്കൽ വീണ് കിടന്ന് കരയുന്നവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ആ നോക്കി കണ്ടു എന്ന് പറയുന്ന ആ പദമാണ് എയ്ഡനുമായിട്ട് കണക്റ്റഡ്. യേശു അവനെ ഒന്ന് നോക്കിയപ്പോൾ കർത്താവിന് ഒരു കാര്യം മനസ്സിലായി, ഇവന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇവന് ശുദ്ധമാകണമെന്ന് ആഗ്രഹമുണ്ട്. അതിനേക്കാൾ വലിയ ഒരാഗ്രഹം ഇവന്റെ ഹൃദയത്തിനകത്ത് ഒളിച്ച് ഇവൻ വെച്ചേക്കുക. അത് കർത്താവിനോട് ഇവൻ പറഞ്ഞില്ല കേട്ടോ, അത് കർത്താവിനോട് ഇവൻ പറഞ്ഞില്ല. ഭയപ്പെട്ട് യേശുവിനോട് പറഞ്ഞത്, എന്നെ ശുദ്ധമാക്കാൻ മനസ്സുണ്ടെങ്കിൽ ശുദ്ധമാക്കാൻ, എന്നെ രക്ഷപ്പെടുത്താമോ എന്നാ ചോദിച്ചത്. പക്ഷേ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള കർത്താവ് ആ മുമ്പിൽ കമന്ന് കിടക്കുന്നവനെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയപ്പം, അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളൊന്ന് നോക്കിയപ്പം കർത്താവിനൊരു കാര്യം മനസ്സിലായി, ഇവന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അതിനേക്കാൾ വലിയൊരാഗ്രഹം ഇവൻ്റെ ഹൃദയത്തിനകത്ത് ഇവൻ ഒളിച്ചു വെച്ചിട്ടുണ്ട്. ആ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ തൊട്ട് താഴത്തെ വാക്യമൊന്ന് വായിച്ചാൽ മതി. മനസ്സുണ്ടെന്ന് പറഞ്ഞിട്ട് യേശു അവനെ തൊട്ടു സൗഖ്യമാക്കി. യേശു അവനെ തൊട്ടു, അവനെ സൗഖ്യമാക്കി. എന്തു മനസ്സിലായി? യേശു അവനെ തൊട്ടു, യേശു അവനെ തൊട്ടു. മലയാളം ബൈബിളിൽ യേശു അവനെ തൊട്ടു എന്നൊരു പദം നമ്മൾ വായിക്കുമ്പം ഒറിജിനൽ ഭാഷയ്ക്കകത്ത് യേശു അവനെ കെട്ടിപ്പിടിച്ചു, യേശു അവനെ ആലിംഗനം ചെയ്തു, യേശു അവനെ മാറോടണച്ചെന്നൊരു പദമാണ് നമ്മൾ കാണുന്നത്. പ്രശസ്ത ഉണർവ് പ്രഭാഷകനായ ബില്ലി ഗ്രഹാം ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, യേശുവിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഈ മനുഷ്യനെ ഒന്ന് സൗഖ്യമാക്കും, എന്നിട്ട് വിദഗ്ധരായ ഡോക്ടർമാരെ കൊണ്ട് പരിശോധിപ്പിച്ച് ഇവന്റെ കുഷ്ഠരോഗമെല്ലാം മാറിയോ എന്നൊരു 7 തവണ പരിശോധിച്ചതിന് ശേഷമേ ഞാൻ അവനെ തൊടത്തുള്ളൂ. പക്ഷേ യേശു അവനെ തൊട്ടു എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ഭയങ്കര ആശയമുണ്ട്. എന്താണെന്നറിയാമോ? അവന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കർത്താവേ, കുഷ്ഠം നിറഞ്ഞ എന്നെ ആർക്കും വേണ്ട, എന്നെ ആർക്കും വേണ്ട. ഞാൻ വീട്ടിൽ നിന്ന് വെളിയിലാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ പോലും കാണും, അയ്യോ ആ നാശം പിടിച്ചവൻ വരുന്നുണ്ടല്ലോ, ആ നാറ്റം പിടിച്ചവൻ വരുന്നുണ്ടല്ലോ, ഈച്ചയരിക്കുന്നവൻ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങൾ പോലും എന്നെ പരിഹസിക്കുക. കൂട്ടുകാരുടെ അടുത്തോട്ട് ഞാൻ ഓടി ചെല്ലുമ്പോൾ അവര് പറയും, അയ്യോ ആ ശാപം വരുന്നുണ്ട്, ആ നാശം വരുന്നുണ്ട്. എന്നെ കാണുമ്പോഴേ ആളുകൾ മൂക്കുപത്തി ഓടുക. എൻ്റെ ഹൃദയത്തിനകത്ത് ഒരു ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ആരെങ്കിലും എന്നെ ഒന്ന് ചേർത്ത് പിടിക്കണം, ആരെങ്കിലും എന്നെ ഒന്ന് നെഞ്ചോട് ചേർക്കണം. എനിക്ക് സ്നേഹിതരില്ല, അപ്പനില്ല, അമ്മയില്ല, കൂട്ടുകാരില്ല, ആരെങ്കിലും എൻ്റെ കൈ ഒന്ന് പിടിക്കണം. ഓ, ആ ആഗ്രഹം. പക്ഷെ അവൻ യേശുവിനോട് പറഞ്ഞില്ല. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനൊന്ന് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ യേശുവിന് മനസ്സിലായി, ഇവന്റെ ഹൃദയത്തെ മരിച്ചുകൊണ്ടിരിക്കുന്ന വേദന രക്ഷപ്പെടണമെന്നുള്ളതല്ല. അവനെ ആരെങ്കിലും ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ, അവനെ ആരെങ്കിലും ഒന്ന് മാറോടക്കി പിടിച്ചിരുന്നെങ്കിൽ, ആ ആഗ്രഹം അറിഞ്ഞ കർത്താവ് അത് എഴുതലുമായി കണക്റ്റഡ് ആകട്ടോ. ഇന്ന് രാത്രി ഞാൻ പറയാം, ആ യേശു നിന്നെയും കാണുകയാണ്. വീട്ടിനകത്ത് നീ ഒറ്റപ്പെട്ടവനാണോ? കുടുംബത്തിൽ നീ ഒറ്റപ്പെട്ടവനാണോ? നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ തൃപ്തനാക്കി വിടുന്ന ഒരു ദൈവമുണ്ട്. യേശു
യേശു അവനെ ശുദ്ധമാക്കിയിട്ട് പറയുന്നു, എനിക്ക് മനസ്സുണ്ട് എന്ന് പറഞ്ഞാൽ നിന്നെ ശുദ്ധമാക്കാൻ, നിന്നെ വിടുവിക്കാൻ, നിന്നെ സൗഖ്യമാക്കാൻ, നിന്നെ ഉയർച്ചയിലേക്ക് നയിക്കാൻ എനിക്ക് മനസ്സുണ്ട്. ഇന്ന് രാത്രി സമയം പോയി നമ്മുടെ കണ്ണുകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അടയ്ക്കാം. ഇനിയുള്ള ബാക്കി ഭാഗങ്ങൾ ദൈവം അനുവദിക്കുന്ന പക്ഷം ഏതെങ്കിലും ഒരു സമയം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ആ ഭാഗം ചിന്തിക്കാം. നമ്മുടെ കണ്ണുകളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അടച്ചാട്ടെ. നമ്മുടെ ഹൃദയത്തിൻ്റെ വേദന അറിയുന്ന ഒരുവനെ ഇന്ന് രാത്രി നാം കേട്ടുകൊണ്ടിരിക്കുക. അവൻ നമ്മെ തൃപ്തിയോടെ പറഞ്ഞയക്കുന്ന ദൈവമാണ്. ദൈവ പൈതലെ കഷ്ടമില്ലെന്നല്ല കർത്താവും പറഞ്ഞു. ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവേ, കണ്ണുനീരിൻ്റെ താഴ്വരയുണ്ട് കേട്ടോ. വാക്ക താഴ്വരയില്ലെന്നല്ല, അതൊക്കെയുണ്ട്. എങ്കിലും നീ ഭയപ്പെടേണ്ട, കരയണ്ട. താഴ്വരയെ ജലാശയമാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ പ്രശ്നത്തെ വലിയ ഒരു ദൈവം രാത്രി നിന്റെ സാന്നിധ്യം നിന്റെ റൂമിനകത്ത് അറിയിക്കുന്നുണ്ട്. അവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി നീ എന്താ ചെയ്യേണ്ടത് പറ. യേശു ഇന്ന് രാത്രി നിന്റെ ചെവിക്കരികിൽ വന്ന് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം, ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്തു തരേണ്ടത് പറ. എന്റെ ദൈവമേ, ഇന്ന് രാത്രി എന്നെ തൃപ്തിയോടെ പറഞ്ഞയക്കണമേ, എന്നെ തൃപ്തിയോടെ പറഞ്ഞയക്കണമേ. നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ട്. അബ്രഹാമിനെ കണ്ട ദൈവം, നഥനയേലിനെ കണ്ട ദൈവം, കുഷ്ഠരോഗിയുടെ മനസ്സ് കണ്ടറിഞ്ഞ് അസാധ്യങ്ങളെ സാധ്യമാക്കിയ ദൈവം ഇന്ന് രാത്രി എന്നോടും നിങ്ങളോടും ചോദിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം. ഒന്ന് സമർപ്പിച്ച പറ, കർത്താവേ, കണ്ണുനീരിൻ താഴ്വരയിൽ മാറോട് നമ്മെ ചേർക്കുന്ന ആ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കാം. പരിശുദ്ധനെ, ഒരു പ്രാവശ്യം കൂടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു കൂട്ടായ്മ ദൈവം ഞങ്ങൾക്ക് നൽകി തന്നതിനായി സ്തോത്രം. ഇന്ന് രാത്രി ഞങ്ങളെ തൃപ്തിയോടെ ദൈവം പറഞ്ഞയക്കും. സൂമിറ്റിങ്ങിനകത്തായിരുന്ന എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കാണാൻ, ഞങ്ങളെ അറിയാൻ, ഉള്ളതുപോലെ അറിയാൻ ഞങ്ങൾക്കൊരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ആഴ്ചയിൽ, മാസത്തിൽ, വർഷത്തിൽ ആ ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ കണ്ടൊരുമിച്ച് ആനന്ദിക്കാൻ, സന്തോഷിക്കാൻ ദൈവം ഞങ്ങളെ സഹായിക്കും. സമ്പൂർണമായി സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഒരു പ്രാവശ്യം കൂടെ ജോയ്സ് മിനിസ്ട്രിയുടെ എല്ലാ ദൈവദാസന്മാർക്കും സന്നിപാർശ്വ പ്രത്യേകം നന്ദി, സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളം അനുഗ്രഹിക്കും.